ഹായ് ഓൾ, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ തിക്ക് ഫ്രണ്ട്സ് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് പൂവാറാണ്. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഐലൻഡാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അവിടെ പാർക്കിങ്ങിൽ നിന്ന് അവരുടെ ബോട്ട് തന്നെയാണ് ഈ ഐലൻഡിലോട്ട് പോണത്. കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനും ഉണ്ട്. ഒരു പാലത്തിൽ കൂടെയാണ് നടന്ന് പോകേണ്ടത്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നത്. കുറേ നാളിന് ശേഷം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് തരും. അങ്ങനെ അത് വേണമെങ്കിൽ കുടിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ പോയത് ഗോഗോലാൻഡിലാണ്. ഇവിടെ കൂടുതലും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസാണ് ഉള്ളത്. കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. എല്ലാ മുതുക്കും എല്ലാത്തിലും കയറാൻ പേടിയായിരുന്നു. പേടിയുള്ളവർക്കാണെങ്കിലും ഇതിലെല്ലാത്തിലും കയറാൻ പറ്റും കേട്ടോ. കാരണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അങ്ങോട്ട് പോകാനും വരാനും എടുക്കാനും പിന്നെ എല്ലാം ഭയങ്കര സെക്യൂർഡാണ്. കുഴപ്പമൊന്നുമില്ല. അതാ ഈ മുകളിലോട്ട് ചാടിയിട്ട് താഴോട്ട് വരുന്നില്ല. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. തവളപ്പക്കാടിയെ പോലെ ചാടാം. ഇതാ ഈ കയറി പോണതാണ് റോപ്പ് സൈക്ലിങ്. എല്ലായിടത്തിനും കയറാൻ പേടിയായിരുന്നു. ഞാനും സോഫി മാത്രമേ കയറിയുള്ളൂ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ചെറിയ പേടിയോടെയാണ് കയറിയത്, പക്ഷേ കൊള്ളായിരുന്നു. ഇത്ര ഏജ് ആയെങ്കിലും എല്ലായിടത്തിനും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പഴയ സ്വഭാവങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ കയറിയതാണ് ഞങ്ങൾ മൂക്കുകൊണ്ട് ക്ഷത്രജ്ഞ വരച്ച ഐറ്റം. ഒന്നെ ചെറുതായിട്ട് കറങ്ങാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ തല കുത്തനെയാണ് കറക്കിയത്. സ്വർഗവും നരകവും എല്ലാം ഒരുമിച്ച് കണ്ട് അവസാനം ആരെങ്കിലും ഇറക്കി വിടണേ എന്നുള്ള നിലവിളിയായിരുന്നു. കയറാത്തവരൊക്കെ വെളിയിൽ നിന്ന് കണ്ടാസ്വദിച്ച് ചിരിച്ച്. പിന്നെ ഫിഷ് പാ ഉണ്ടായിരുന്നു. അതിലൊന്നും ഇല്ലായിരുന്നു. അത് സത്യത്തിൽ ഒന്നുമില്ല. ഇവരാൾ പുലിയാണ് കേട്ടോ. എല്ലാവരെയും തള്ളിയിടുന്നുണ്ട്. ഒരാൾക്ക് പോലും അതിനകത്ത് കറക്റ്റായിട്ട് പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരെയും കുത്തി തള്ളിയിടും. ഇത് തലകുത്തനെ കറങ്ങണ സൈക്കിളാണ് കേട്ടോ. ഇത് പിന്നെ ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട്. നൈറ്റ് കുറച്ചുകൂടെ വൈബായിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. ഇത് ഡബിൾ ക്യൂബ് റൂമാണ് കേട്ടോ. ഇത് ട്രയാങ്കിളും ക്യാപ്സ്യൂൾ റൂമുമാണ്. നല്ല ഉച്ചി പൊളക്കണ വെയിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റൂം എടുക്കേണ്ടതായിരുന്നു എന്ന്. ഇത് ക്ലൈമ്പിംഗ് വാളാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ കയറി പോകാൻ, മുതുക്കുകളൊന്നും കയറ്റൂല. എല്ലാം വെയിറ്റ് അനുസരിച്ചൊക്കെ അവർ കയറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊരു വിശപ്പടിച്ചപ്പോഴത്തേക്ക് ഒരു ചിപ്സൊക്കെ വാങ്ങിച്ചു നിന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് വലിയ വിശപ്പിൻ്റെ വിളി വന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഫുഡ് നമ്മളെ ബില്ലിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ചിക്കൻ ബിരിയാണി വിത്ത് ഐസ്ക്രീമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കുഴപ്പമില്ല. ചിക്കൻ ബിരിയാണിയിൽ ഒരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ സാലഡ്, അച്ചാറ്, പപ്പടം, ഒരു മുട്ട. ഇതാണ് വരുന്നത്. രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും തരും കേട്ടോ. ഇത് ഗോകുൽ അവൻ്റെ അനിയത്തിയാണ്. ഇത് സോഫിയും അമ്മയുമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇത് ഇവിടുത്തെ ഹെറിറ്റേജ് ട്രീ ഹൗസാണ് കേട്ടോ. ചൂട് സമയത്തൊക്കെ സത്യത്തിൽ റൂം എടുത്ത് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ സെപ്പറേറ്റ് ബില്ലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് ബുക്ക് ചെയ്ത് എടുക്കണം. പിന്നെ വന്നതാണ് നമ്മളെ മെയിൻ ഐറ്റം, സ്വിമ്മിങ് പൂള്. പിന്നെ ഒന്നും നോക്കിയില്ല, പൂളിലോട്ട് എടുത്ത് ചാടി. അവിടെ കിടന്ന് മറിഞ്ഞ്. റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റെയിൻ ഡാൻസാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് വെള്ളം, അത് അടിപൊളിയായിരുന്നു. ഈവനിങ് ആണ് ഇത് തുടങ്ങണത് കേട്ടോ, റെയിൻ ഡാൻസ്. ഈ റെയിൻ ഡാൻസ് 20 മിനിറ്റ് ഇടവിട്ടാണ് ഇവർ ഇടുന്നത്. പാട്ടും ഉണ്ടാവും കേട്ടോ. നല്ല നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ റെയിൻ ഡാൻസ് വരും. പിന്നെ അവിടെ നിന്ന് വലിഞ്ഞേറി ഇവിടെ വരും. അങ്ങനെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ചായയും കടിയും കിട്ടി. അതും കോംപ്ലിമെൻ്റ് ആണ്. കടി വാഴയ്ക്കപ്പമായിരുന്നു കേട്ടോ. കുറേ വർഷത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് തിന്ന് വാഴയ്ക്കപ്പവും ചായയൊക്കെ കുടിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. റമീസയാണ് ഈ നടന്നു പോണത്. പണി കഴിഞ്ഞ് പോണ ബംഗാളി പോണ പോലെ ചുമന്ന് കെട്ടിപ്പറക്കി പോണുണ്ട്. കൂടെ ഞങ്ങളെല്ലാവരും പിറകെ വരണുണ്ട്. ഇതാ ഇവിടെയാണ് ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബോട്ടിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവിടും. സത്യത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് നിമിഷങ്ങളും കുറേ വിശേഷങ്ങളും എല്ലാവരെയും കണ്ടപ്പോൾ ഉണ്ടായ പഴയ ഓർമ്മകളും ഇനിയും പോകണമെന്ന ഉറപ്പൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. ഒരിക്കലും മറക്കാൻ പറ്റില്ല സത്യം.